കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് നാഷൻ സൈൻ SIGN ഈ സംഘടന കഴിഞ്ഞ 10-12 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. 12 വർഷമായിട്ട് ഞങ്ങൾ സജീവമായിട്ട് രംഗത്തുണ്ട്. സൈൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയവുമായി സഹകരിച്ച് 32 തൊഴിൽ മേളകൾ നടത്തുകയുണ്ടായി. അതിൽ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനത്തെ മന്ത്രിമാർ, MP-മാരൊക്കെ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള തൊഴിൽ മേളകൾ. ആ തൊഴിൽ മേളകൾ 100% സൗജന്യമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അതിൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നില്ല. അതിൽ പങ്കെടുക്കുന്ന കമ്പനികളിൽ നിന്നുള്ള ഫീസ് ഞങ്ങൾ വാങ്ങിയിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് ഒരു 70,000-ൽ കൂടുതൽ ആളുകൾ കഴിഞ്ഞ ഒരു 8 വർഷ കാലയളവിനുള്ളിൽ കൊറോണ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഓൺലൈനായി പോലും ഞങ്ങൾ തൊഴിൽ മേളകൾ നടത്തുകയും ഏതാണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ 78,000-80,000-ഓളം ആളുകൾക്ക് ചെറുതും വലുതുമായ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംരംഭമായിരുന്നു തൊഴിൽമേള സൈനിൻ്റെ. അതിൽ 25,000-ഓളം ആളുകൾ വരെ പങ്കെടുത്തിട്ടുള്ള തൊഴിൽ മേളകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂരിലൊക്കെ പങ്കെടുത്തിട്ടുള്ള തൊഴിൽ മേളയിൽ 25,000-ൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ ഈ തൊഴിൽ മേളകളിൽ വന്നിട്ടുണ്ട്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകൾ, അവർക്ക് ആർട്ടിഫിഷ്യൽ കാല്, കൈ, അതുപോലെ തന്നെ വീൽ ചെയറുകൾ, അവർക്ക് യാത്ര ചെയ്യാനുള്ള 3 വീലറുകൾ, ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് റിച്ചാർഡ് ഹൈ MP-യുമായി ബന്ധപ്പെടുത്തി തൃശ്ശൂർ കേന്ദ്രമായി നടത്തുകയുണ്ടായി. 7ഓളം ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് കേരളത്തിൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പ് ഈ പാവപ്പെട്ട ആളുകളുടെ ദിവ്യാംഗരായ ആളുകൾക്ക് കൊടുത്തുള്ള സംരംഭം നടത്തിയത് ഞങ്ങൾ സൈനാണ്. 1820 പേർക്ക് അതിൻ്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. അതിലേതാണ്ട് 200ഓളം 2 വീലറുകൾ 3 വീലറുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്പോൺസർ ചെയ്താണ്. ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഈ ഫണ്ടൊന്നും ഞങ്ങൾ സൈനിലേക്ക് വാങ്ങിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ അലൻകോനാണ് അവർ വിതരണം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത വിപുലമായ പരിപാടി ഞങ്ങൾ സൈനിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ നടത്തുകയുണ്ടായി. ഇപ്പോൾ കുറേ കാലങ്ങളായി കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയുടെ ഭാഗമായി കണ്ണുകളുടെ പരിശോധനയും ചെറിയ പരിപാടി 50 പേര് 60 പേരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി 100-ൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2000-ഓളം ആളുകൾക്ക് സൗജന്യമായ ഓപ്പറേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ആയുഷ്മാൻ ഭാരതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് പരിപാടി ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ട നിർധനരായ ആളുകൾ, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗങ്ങളുടെ ആളുകളുടെ കല്യാണത്തിനുള്ള സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെ കൊടുത്തിട്ടുണ്ട്. ചികിത്സയിലിരിക്കുന്ന ആളുകൾ, പാവങ്ങളായ ആളുകൾക്ക് ഇപ്പോൾ ഈ വൈപ്പിനിലേക്കുള്ള ലിവർ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഞങ്ങൾ സഹായം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നടത്തുന്ന കഴിഞ്ഞ 10-12 വർഷമായി പൊതുരംഗത്തുള്ള ഒരു സ്ഥാപനമാണ് സൈൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 4 പതിറ്റാണ്ടിന് മേലെ പൊതുരംഗത്ത് പാരമ്പര്യമുള്ള ഒരാളാണ്. RSSലൂടെ പൊതുജീവിതം ആരംഭിച്ച് 15-ാം വയസ്സിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി ജയിലിൽ പോയി പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ. സംഘപ്രചാരകനായും
BJPയുടെ വിവിധ ചുമതലകളിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി ചുമതല എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സേവനം, നിസ്വാർത്ഥമായ സമീപനം, ഇത് ഞങ്ങൾ ശാഖയിലൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സേവനോന്മുഖരായി കഴിഞ്ഞ 4 പതിറ്റാണ്ട് അല്ലെങ്കിൽ 4.5 പതിറ്റാണ്ട് കാലയളവിനുള്ളിൽ ചെറുപ്പത്തിൽ മുതൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഇടയിൽ പല ആളുകളുമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നു, പല സംവിധാനങ്ങളുമായി ഒത്തുചേരാനുള്ള സാഹചര്യമുണ്ടാകും.